ഇതുപോലെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു മൾട്ടി പേജ് വെബ്സൈറ്റ് എങ്ങനെ വളരെ ഈസി ആയിട്ട് AI ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേർഡ് പ്രസ്സിൽ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഹായ്, നമസ്കാരം. ഞാൻ മുബാറക്കാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഒരു വെബ്സൈറ്റ് AI ഉപയോഗിച്ചുകൊണ്ട് ബിൽഡ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാൻ നിങ്ങൾക്ക് കോഡിങ്ങും കാര്യങ്ങളൊന്നും തന്നെ അറിയേണ്ട ആവശ്യമില്ല. വളരെ ഈസി ആയിട്ട് ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ട് നമുക്ക് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഈ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചൂസ് ചെയ്തിട്ടുള്ള ഹോസ്റ്റിംഗ് സ്പേസ് ഹോസ്റ്റേഞ്ചറിൻ്റെ വേർഡ് പ്രസ് ബിൽഡ് ആയിട്ടുള്ള ഒരു ഹോസ്റ്റിംഗ് സ്പേസ് ആണ്. ഹോസ്റ്റേഞ്ചറിൻ്റെ ലിങ്ക് ഞാൻ താഴെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഇത് ചൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാകുമ്പോൾ നമുക്ക് ഒരു ഹോസ്റ്റിംഗ് സ്പേസ് എടുത്തിട്ട് അത് കോൺഫിഗർ ചെയ്യേണ്ട ആവശ്യകത ഒന്നും തന്നെ ഇല്ല. സാധാരണ ഇതിൽ നോർമൽ ഹോസ്റ്റിംഗ് സ്പേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ വേർഡ് പ്രസ് ഇൻസ്റ്റാൾ ചെയ്യാനും അതേപോലെ തന്നെ ചില കേസുകളിൽ ഹോസ്റ്റിംഗ് സ്പേസ് കോൺഫിഗർ ചെയ്യേണ്ട ആവശ്യങ്ങളൊക്കെ വരും. അങ്ങനെയുള്ള ഒരു സെറ്റപ്പ് ഒന്നും തന്നെ ഇതിൽ ആവശ്യമില്ല. ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്താൽ തന്നെ വേർഡ് പ്രസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ആവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് ചൂസ് ചെയ്യുന്നത്. ഈ ഒരു ഹോസ്റ്റിംഗ് സ്പേസിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും ജസ്റ്റ് നോക്കാം. നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എന്തൊക്കെ ഫീച്ചേഴ്സുകളാണ് ലഭിക്കുക എന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ 4 തരത്തിലുള്ള പ്ലാനുകളുണ്ട്. ഒന്ന്, സിംഗിൾ ഒരു വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മന്ത്ലി 89 റുപ്പീസാണ് വരിക. ഇതിന് കൂടെ ഒരു പ്ലസ് ടാക്സ് ഉണ്ടായിരിക്കും കേട്ടോ. രണ്ടാമതായിട്ട് വരുന്ന പ്ലാന് 149 ആണ്. ഇതിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് രണ്ടാമത്തെ പ്ലാനാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതാകുമ്പോൾ നമുക്ക് 25 വെബ്സൈറ്റ് വരെ ഹോസ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ മാസം നമുക്കൊരു 25,000 വിസിറ്റേഴ്സ് വരെ വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല. 25 GB സ്റ്റോറേജും ഉണ്ട്. കൂടാതെ നമുക്ക് ഇതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു 749 രൂപൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ഡൊമൈൻ ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ഡൊമൈൻ നെയിം പർച്ചേസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലൂടെ തന്നെ പർച്ചേസ് ചെയ്യുകയും ചെയ്യാം. പിന്നെ കൂടാതെ അൺലിമിറ്റഡ് SSL സർട്ടിഫിക്കറ്റ് ആണ്. 50 മെയിൽ ബോക്സ് വരെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. 50 മെയിൽ ബോക്സ് എന്ന് പറഞ്ഞാൽ നമുക്കതിൽ സ്റ്റോറേജ് 1 GB വരെയാണ് ലഭിക്കുക. പിന്നെ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ആയെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം. പിന്നെ ഈ ഒരു പ്ലാൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ ഇപ്പോൾ നിങ്ങൾ സ്റ്റുഡൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ബിസിനസ് ഒക്കെ റൺ ചെയ്യുന്ന ഒരാളുകളാണ്, ഭാവിയിൽ ഒരു വെബ്സൈറ്റും കൂടെ ക്രിയേറ്റ് ചെയ്യണമെന്നൊക്കെ പ്ലാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഹോസ്റ്റിംഗ് സ്പേസ് വേണമെങ്കിൽ ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു പ്ലാനാണ് ചൂസ് ചെയ്യുന്നത്. ഞാനിവിടെ ചൂസ് പ്ലാൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. പിന്നീട് ഇങ്ങനെ ഒരു പേജിലേക്ക് പോകും. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, എത്ര വർഷത്തേക്കാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു ടൈം പീരീഡ് ഇവിടെ ചൂസ് ചെയ്ത് കൊടുക്കുക. മിനിമം ഒരു 2 വർഷത്തേക്കെങ്കിലും എടുക്കാൻ വേണ്ടി നോക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു വർഷത്തേക്കൊക്കെ എടുക്കുമ്പോൾ പിന്നീട് നിങ്ങൾക്ക് അത് റിന്യൂവൽ ചെയ്യാൻ മറന്നു പോവുക, പിന്നെ ആ ചെയ്ത വെബ്സൈറ്റുകളൊക്കെ മിസ്സായി പോകുന്ന ഇഷ്യൂസുകളൊക്കെ പലർക്കും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 4 വർഷത്തേക്കാണ് ചൂസ് ചെയ്യുന്നത്. 4 വർഷത്തേക്ക് വരുമ്പോൾ ഏകദേശം 7152 ആണ് വരിക. ഇതിൽ നമുക്ക് ഒരു ഡൊമൈൻ ഫ്രീ ആയിട്ട് കിട്ടും. എനിക്കിവിടെ ഡിസ്കൗണ്ട് ആയിട്ട് 75% ഡിസ്കൗണ്ടും ലഭിച്ചിട്ടുണ്ട്. ഇനി നിങ്ങളടുത്ത് കൂപ്പൺ കോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ കൂപ്പൺ കോഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ശേഷം കണ്ടിന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇതുപോലെ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു പേജിലേക്ക് വരും. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇമെയിൽ ഐ ഡി വെച്ചിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ശേഷം ഇവിടെ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് രജിസ്റ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. രജിസ്റ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജിലേക്ക് വരും. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യുക. ജസ്റ്റ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ടാക്സ് അടക്കം എനിക്ക് ഏകദേശം 8439 രൂപ വരും. അതായത് നിങ്ങൾ നേരത്തെ കൊടുത്തുള്ള എമൗണ്ടിൽ പ്ലസ് ടാക്സും കൂടെ ഇൻക്ലൂഡ് ആയിരിക്കും. ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് UPI വെച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു പേജിലേക്ക് വരും. പിന്നീട് അവിടെ നിന്ന് ഇതുപോലൊരു പേജിലേക്ക് ഡൈവേർട്ട് ആവും. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് തന്നെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നിങ്ങളോടൊരു യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഈ ഒരു യൂസർ നെയിം പാസ്വേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വേർഡ് പ്രസ് വെബ്സൈറ്റ് ലോഗിൻ ചെയ്യാനുള്ള യൂസർ നെയിം പാസ്വേഡാണ്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. അതായത് നമ്മൾ ഈ വീഡിയോയിൽ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചൂസ് ചെയ്യുന്ന യൂസർ നെയിം പാസ്വേഡ് ഇതായിരിക്കും. ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ബ്ലാങ്ക് സൈറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡൊമൈൻ നെയിം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതായത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടൊരു ഡൊമൈൻ നെയിം ഇതിൽ ലഭിക്കും എന്ന് പറയില്ലേ, ആ ഒരു ഡൊമൈൻ നെയിം, അതായത് എന്ത് പേരാണോ നിങ്ങൾക്ക് കൊടുക്കേണ്ടത് ഡൊമൈൻ, ആ ഒരു പേര് ഇവിടെ സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 750 രൂപേൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ഡൊമൈനാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഞാനിവിടെ ഒരു പേര് സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ സെർച്ച് ചെയ്ത് കൊടുത്ത പേര് എനിക്ക് ഒരു വർഷത്തേക്ക് ഫ്രീ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഞാനത് ജസ്റ്റ് സെലക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. തുടർന്ന് നമ്മുടെ ഡൊമൈൻ നെയിം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പേഴ്സണൽ എന്നുള്ളതോ അല്ലെങ്കിൽ കമ്പനിയാണെങ്കിൽ കമ്പനി ബേസ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യുക. ശേഷം നെക്സ്റ്റ് സെറ്റപ്പ് കൊടുക്കുക. തുടർന്ന് ഞാനിവിടെ ആ ഡൊമൈൻ രജിസ്റ്റർ ചെയ്യാനുള്ള അഡ്രസ്സും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യുന്നുണ്ട്. ഫിനിഷ് രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു പേജിലേക്ക് വരും. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഓഡിയൻസ് ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യ കൊടുക്കാം, അതല്ല മറ്റേതെങ്കിലും കൺട്രി ആണെങ്കിൽ അത് കൊടുക്കാം. ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ പറ്റും
നമ്മുടെ വെബ്സൈറ്റിൽ വേർഡ് പ്രസ് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുന്നത്. വേർഡ് പ്രസ് ഇൻസ്റ്റാളായി ഇപ്പോൾ നമ്മുടെ വേർഡ് പ്രസ് വെബ്സൈറ്റിൻ്റെ ഡാഷ്ബോർഡിലേക്ക് ഓട്ടോമാറ്റിക്കലി റീഡയറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും ഡാഷ്ബോർഡ് ഉണ്ടാവുക. ഇനി നമുക്ക് നമ്മുടെ ഇമെയിൽ ഐ ഡി ഒന്ന് വെരിഫൈ ചെയ്യണം. അതായത് നമുക്ക് 2 ഇമെയിൽ ഐ ഡി വെരിഫൈ ചെയ്യാനുണ്ടാവും. ഒന്ന് ഡൊമൈൻ പർച്ചേസ് ചെയ്തതിൻ്റെതും ഒന്ന് ഹോസ്റ്റിംഗ് സ്പേസ് പർച്ചേസ് ചെയ്തതിൻ്റെതും. അപ്പോൾ നമുക്ക് ആദ്യം വന്നിട്ടുള്ളത് ഹോസ്റ്റിംഗ് സ്പേസിൻ്റെതാണ്. അത് വെരിഫൈ കൊടുക്കുക. വെരിഫൈ ഇമെയിൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ആ മെയിൽ ഓപ്പൺ ചെയ്തിട്ട് നേരെ ഹോസ്റ്റ് റേഞ്ചറിൻ്റെ ഡാഷ്ബോർഡിലേക്ക് റീഡയറക്റ്റ് ആവും. ഇനി എന്ത് ചെയ്യുക, ഒന്നുകൂടെ മെയിലിലേക്ക് തന്നെ വരിക. നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് തന്നെ ഓപ്പൺ ചെയ്യുക. ആ ഒരു ടാബ് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇൻബോക്സ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും വെരിഫൈ യുവർ ഇമെയിൽ അഡ്രസ് യൂസ് ഫോർ യുവർ ഡൊമൈൻ എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒന്നുകൂടെ വെരിഫൈ ഇമെയിൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഡൊമൈൻ നെയിം വെരിഫൈ ചെയ്ത് കഴിഞ്ഞു. ജസ്റ്റ് ഡൊമൈനും ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ബ്ലോഗ് എന്ന് പറഞ്ഞ പ്ലെയിൻ ആയിട്ടുള്ള ഒരു പേജ് ഇവിടെ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി അങ്ങനെ നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് ലോഗിൻ ചെയ്യാന്നുള്ളത് നോക്കാം. ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ ഹോസ്റ്റ് റേഞ്ചറിൻ്റെ ഡാഷ്ബോർഡിലേക്ക് വരാം. അവിടെ വന്നിട്ട് നിങ്ങൾക്ക് വെബ്സൈറ്റ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും വേർഡ് പ്രസ് അഡ്മിൻ എന്നുള്ളത്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നേരെ നമ്മുടെ WP അഡ്മിനിലേക്ക് റീഡയറക്റ്റ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും URL കാണാൻ പറ്റും. നമ്മുടെ ഡൊമൈൻ നെയിമിൻ്റെ തൊട്ടടുത്ത് തന്നെ WP എന്നുള്ളത് കാണുന്നുണ്ടാവും. ഇനി നിങ്ങൾക്ക് അവിടെ പോവാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് ബ്രൗസറിൽ വന്നിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സിൻ്റെ തൊട്ടടുത്തായിട്ട് /WP അഡ്മിൻ എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആ സമയത്ത് ഇതുപോലൊരു പേജിലേക്ക് വരും. അപ്പോൾ ഇവിടെയാണ് നിങ്ങൾ നേരത്തെ ഹോസ്റ്റിംഗ് സ്പേസിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു യൂസർ നെയിമും പാസ്വേഡും കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കൊടുത്തിട്ട് ലോഗിൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു യൂസർ നെയിം പാസ്വേഡാണ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് ലോഗിൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇനി വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൽ ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഫസ്റ്റ് ഒരു തീം ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. അതിന് നിങ്ങൾക്ക് സൈഡിൽ അപ്പിയറൻസിൽ വന്നിട്ട് തീം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതിൽ ആഡ് തീം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് സൈഡിൽ കാണാൻ പറ്റും സെർച്ച് തീം എന്നുള്ളത് കാണാൻ പറ്റും. അവിടെ വന്നിട്ട് ആസ്ട്ര എന്ന് ടൈപ്പ് ചെയ്യുക. ആസ്ട്ര എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സൈഡിൽ കാണാൻ പറ്റും ഫസ്റ്റിലെ റിസൾട്ട് ഉണ്ട്. അതിൽ ഇൻസ്റ്റാൾ എന്ന് കൊടുക്കുക. ശേഷം ആക്ടിവേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് സ്റ്റാർട്ടർ ടെംപ്ലേറ്റ്സ് എന്നുള്ളത്. ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അഥവാ മിസ്സാവണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതേപോലെ സൈഡിലെടുക്കുന്ന ആസ്ട്ര എന്ന് പറയുന്നത്, അതായത് അപ്പിയറൻസിൻ്റെ മുകളിലുള്ള ഈ ആസ്ട്ര എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു പേജിൽ വരും. ഇവിടെ നിങ്ങൾക്ക് മുകളിൽ കാണാൻ പറ്റും, അതായത് വെൽക്കം സെറ്റിങ്സ് എന്ന് പറയുന്ന ആ ഭാഗത്ത് കാണാൻ പറ്റും മുകളിൽ സ്റ്റാർട്ട് ടെംപ്ലേറ്റ് എന്നുള്ളത്. അത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ളത് കൊടുക്കുക. ഇത് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അത് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളെ വേറൊരു പേജിലേക്ക് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകും. അവിടെയാണ് ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാനുള്ളത്. അപ്പോൾ വേറെ പേജിലേക്ക് വന്നു. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് കാണുന്ന AI വെബ്സൈറ്റ് ബിൽഡർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പേര് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതായത് എന്താണോ നിങ്ങൾക്ക് പേര് വരേണ്ടത് ആ ഒരു പേര് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങളുടെ ബിസിനസ് കാറ്റഗറി എൻ്റർ ചെയ്യുക. ലാംഗ്വേജ് പിന്നെ ഒന്നും ചെയ്യേണ്ട. ഇത്രയും ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ഓപ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെയാണ് നമുക്ക് ബിസിനസ്സിൻ്റെ ഒരു ഓവർവ്യൂ കൊടുക്കേണ്ടത്, അതായത് പ്രോംപ്റ്റ് കൊടുക്കേണ്ടത് ഇവിടെയാണ്. നിങ്ങൾ ജസ്റ്റ് ഒരു ഓവർവ്യൂ കൊടുത്തതിന് ശേഷം ഇംപ്രൂവ് യൂസിങ് AI എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പം ഈ ഒരു AI തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് വേണ്ട രീതിയിൽ ആ ഒരു പ്രോംപ്റ്റ് സെറ്റ് ചെയ്യും. പിന്നെ ആ ഒരു പ്രോംപ്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് വരുന്ന റിസൾട്ട്. ഇത്രയും ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു പേജിലേക്ക് പോകും. ഇവിടെയാണ് നിങ്ങൾക്ക് വെബ്സൈറ്റിലേക്ക് വേണ്ട ഇമേജസും കാര്യങ്ങളും സെലക്ട് ചെയ്യേണ്ടത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മുകളിൽ സെർച്ച് ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ പ്രോംപ്റ്റിനെ ബേസ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി ഇവിടെ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇമേജസ് ആയിരിക്കും കാണിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇതിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ നിന്ന് തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. ഇനി അതല്ല വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ അപ്ലോഡ് യുവർ ഇമേജസ് എന്നുള്ളത് കാണാൻ പറ്റും സൈഡിലായിട്ട്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മുകളിൽ കീവേഡ് ബേസ് ചെയ്തിട്ട് സെർച്ച് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് കീവേഡ് ബേസ് ചെയ്തിട്ട് കുറച്ച് ഫോട്ടോസ് ഇതിൽ നിന്ന് ചൂസ് ചെയ്യാണ്. ഇവിടെ ഞാൻ എനിക്ക് വേണ്ട ഇമേജസുകളൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ കുറച്ച് മോഡൽസ് കാണിച്ചു തരും. അപ്പോൾ ഇതിൽ പ്രീമിയം ഉണ്ട്, അതുപോലെ തന്നെ ഫ്രീ ഉണ്ട്. ഇപ്പോൾ പ്രീമിയം എന്നുള്ളത് നമ്മൾ എടുക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ഫ്രീ ആയിട്ടുള്ള മോഡൽസുകളാണ്. അപ്പോൾ അതിൽ ഞാനൊരു ഫ്രീ ആയിട്ടുള്ളൊരു മോഡൽസ് ഞാൻ സെലക്ട് ചെയ്യുകയാണ്.
ഇവിടെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ബ്ലോക്ക് എഡിറ്റർ എന്നും അതുപോലെ തന്നെ എലമെൻ്ററി എന്നുള്ളതും. അതിൽ ഞാൻ എലമെൻ്ററി സെലക്ട് ചെയ്തിട്ട് എലമെൻ്ററി സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് തീമാണ് ഞാൻ ഇവിടെ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് നോക്കുകയാണ് ഇതിൽ ഏതാണ് ചൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഒരു തീമാണ് സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാനത് സെലക്ട് ചെയ്തിട്ട് എൻ്റെ കളറും ജസ്റ്റ് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ചോദിക്കും. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ജസ്റ്റ് സ്റ്റാർട്ട് ബിൽഡിംഗ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെയാണ് ഇനി ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നമ്മൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. സിപ്പ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അത് വളരെ സിമ്പിളാണ്. ജസ്റ്റ് അത് ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ചെയ്യും, ഈ അവരുടെ വെബ്സൈറ്റിൽ ഡയറക്റ്റ് ചെയ്യും. ഇവിടെ നിങ്ങൾക്ക് സൈൻ അപ്പ് വിത്ത് ഗൂഗിൾ ഇൻ വൺ ക്ലിക്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ഓൾറെഡി നിങ്ങളുടെ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്തിട്ടുള്ള ഇമെയിൽ ഐ ഡിയുമായിട്ട് ലോഗിൻ ചെയ്ത് കൊടുത്താൽ അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി അക്കൗണ്ട് ക്രിയേറ്റ് ആവും. അപ്പോൾ ഞാനിവിടെ ഒരു അക്കൗണ്ട് ചൂസ് ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ഇവിടെ നിന്ന് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ ഇവിടെ താഴെ കാണാൻ പറ്റും, നിങ്ങൾക്ക് ഫ്രീ എന്ന് പറയുന്നത് കാണാൻ പറ്റും, ഫ്രീ പ്ലാൻ ഉള്ളത്. അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ബാക്കിലെ പേജിലേക്ക് തന്നെ വരും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. വീണ്ടും ഒന്ന് സ്റ്റാർട്ട് ബിൽഡിംഗ് തന്നെ ക്ലിക്ക് ചെയ്യുക. ഇനി ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ഈ ഒരു സിപ്പ് എന്ന് പറയുന്ന AI പ്ലാറ്റ്ഫോം നമ്മുടെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെബ്സൈറ്റ് ബിൽഡായി കഴിഞ്ഞാൽ ഇതുപോലൊരു പേജ് വരും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സീ യുവർ വെബ്സൈറ്റ് എന്നുള്ളത്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് ഏത് രീതിയിലാണ് ബിൽഡായി വന്നിട്ടുള്ളത് എന്നുള്ളത് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്. ഇപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ഓവർവ്യൂ ഇതാണ്. ഇതിൽ നിങ്ങൾ കാണാൻ പറ്റും ഫോട്ടോസ് പേജ്, അതേപോലെ തന്നെ ബ്ലോഗ്, എല്ലാ പേജുകളും ഇതിലുണ്ട്. നിങ്ങൾ ഇത് വേണ്ടാത്ത പേജുകളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, അത് റിമൂവ് ചെയ്യുക. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നൊക്കെ ഞാൻ പറയാം. ഇനി ഇതെങ്ങനെ എഡിറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ എഡിറ്റ് ചെയ്യണമെങ്കിൽ രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾ കാണാൻ പറ്റും, നിങ്ങൾ ഓൾറെഡി ഈ ഒരു വെബ്സൈറ്റ് ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഈ ഒരു ഡാഷ്ബോർഡിൽ നിന്നിട്ട് നിങ്ങളിവിടെ വന്നിട്ട് വിസിറ്റ് സൈറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് നോക്കുന്ന സമയത്ത് ഇതുപോലെ മുകളിൽ ഈ ഒരു ഓപ്ഷൻസ് കാണിക്കും. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഡിറ്റ് പേജ് എന്നുള്ളിടത്ത് പോയിട്ട് എഡിറ്റ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഡാഷ്ബോർഡിൽ വന്നിട്ട് പേജസിൽ വരാം. പേജസിൽ വന്നിട്ട് പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹോം പേജ് എന്നുള്ളത് കാണാൻ പറ്റും. ഇവിടെ വന്നിട്ട് എഡിറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി. ഇത്രയും ചെയ്തതിന് ശേഷം ഇവിടെ എഡിറ്റ് വിത്ത് എലമെൻ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യും. ഇവിടെ ഞാൻ ഇപ്പോൾ ഇതിൽ വേണ്ട കണ്ടൻറ്റുകളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ കണ്ടൻറ്റ് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കണ്ടൻറ്റ് പറ്റാൻ ജസ്റ്റ് ഇതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇനി കൊളക്ഷനാണ്. ഇവിടെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഗെറ്റ് സ്റ്റാർട്ടഡ് മാറിയിട്ട് ബുക്ക് നൗ എന്ന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. പാക്കേജ് ബുക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ എന്നുള്ളത് കൊടുക്കാം. ഇവിടെ നേരെ കോൺടാക്റ്റേഴ്സ് പേജിലേക്ക് ഡൈവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റേഴ്സ് പേജിൻ്റെ URL കൊടുത്താൽ മതി. അതായത് ജസ്റ്റ് കോൺടാക്റ്റേഴ്സ് പേജ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഈ ഒരു URL കോപ്പി ചെയ്യുക, ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇത്രയും ചെയ്തതിന് ശേഷം പബ്ലിഷ് കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് താഴേക്ക് വേണ്ട കണ്ടൻറ്റുകളും കൂടെ ചേഞ്ച് ചെയ്തിട്ട് ഒരുമിച്ചാണ് പബ്ലിഷ് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ള കണ്ടൻറ്റുകളിൽ ചിലപ്പം ഒരുപക്ഷെ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ ജസ്റ്റ് ഒരു ഡെമോ പർപ്പസിന് വേണ്ടിയിട്ട് ChatGPT വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കണ്ടൻറ്റാണ്. എഡിറ്റ് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ്. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ ജസ്റ്റ് ഇവിടെ എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ഞാൻ ഇത്രയും കാര്യങ്ങൾ എഡിറ്റ് ചെയ്തു. ഇനി നിങ്ങൾക്ക് ഇതിലുള്ള ഇമേജസുകളൊക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പം ഈ ഒരു സ്ലൈഡിലുള്ള ഇമേജ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റൈലിൽ വരിക. സ്റ്റൈലിൽ വന്ന് ഞങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇമേജ്. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പുതിയ ഏത് ഇമേജസാണ് വേണ്ടത് അതിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. അതേപോലെ തന്നെയാണ് ഈ ഒരു ഇമേജും. നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ ഇവിടെ ചേഞ്ച് ചെയ്യുന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ, അതായത് ഈ ഒരു പെൻ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ചൂസ് ഇമേജ് എന്നുള്ളത് സെലക്ട് ചെയ്താൽ മതി. പിന്നെ ഞാനിത് പബ്ലിഷ് കൊടുക്കുകയാണ്. പബ്ലിഷ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു പ്രീവ്യൂ ചേഞ്ചസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു ടാബ് ഓപ്പൺ ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. നമ്മുടെ കണ്ടൻറ്റുകളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, എബൌട്ട് അസിലുള്ള കണ്ടൻറ്റുകളൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇവിടെ നിന്ന് എഡിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ കാണിച്ചതുപോലെ പേജസിൽ വന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ഏതൊക്കെ പേജുകളാണോ ചേഞ്ച് ചെയ്യേണ്ടത് ആ ചേഞ്ച് ചെയ്യേണ്ട പേജുകളൊക്കെ ഇവിടെ നിന്ന് തന്നെ എഡിറ്റ് എന്നുള്ളത് കൊടുക്കാൻ പറ്റും.
ഇപ്പോൾ എബൌട്ട് അസ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, എഡിറ്റ് വിത്ത് എലമെൻറ്റർ കൊടുത്താൽ മതി. എഡിറ്റ് വിത്ത് എലമെൻറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ എഡിറ്റ് ചെയ്യാനുള്ള പേജ് ലോഡിംഗ് ആയിട്ട് വരും. അപ്പോൾ ഞാനിപ്പോൾ ഇതിലൊന്നും ചേഞ്ച് ചെയ്യണില്ല, ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് പേജ് ഒരു എക്സാമ്പിളായിട്ട് കാണിച്ചു തന്നതാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിലെ ലോഗോയും അതേപോലെ തന്നെ ഇതിൽ ആവശ്യമില്ലാത്ത മെനുകളൊക്കെയാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്യണം, ഡാഷ്ബോർഡിൽ വന്നിട്ട് അപ്പിയറൻസിൽ വരിക, അപ്പിയറൻസിൽ വന്നിട്ട് മെനു എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ വരും. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത പേജ് ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഡൊണേറ്റ് എന്നുള്ളത് ഒഴിവാക്കാണ്, റിമൂവ് എന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ ഓഫറിംഗ് എന്നുള്ളതും വേണ്ട, ബ്ലോഗ്, ഇത്രയും കാര്യങ്ങൾ മതി. നിങ്ങൾക്ക് പാക്കേജ് എന്ന് പറഞ്ഞാൽ പേജുകളൊക്കെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്താൽ മതി, പേജ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ സെർച്ച് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ വ്യൂ ഓൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള പേജുകളൊക്കെ കാണിക്കും. ജസ്റ്റ് ടിക്ക് ചെയ്യുക, ആഡ് ടു മെനു എന്ന് കൊടുക്കുക. എന്നിട്ട് ഇതിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇതിലെ പൊസിഷൻ ചേഞ്ച് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ മുകളിലേക്കൊന്ന് ജസ്റ്റ് ഇങ്ങനെ മാറ്റി കൊടുത്താൽ മതി. ഈ ഒരു രീതിയിൽ വരുമ്പോൾ മെനുവിൻ്റെ സബ് മെനു ആയിട്ട് വരുന്ന രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ ഒരു മെനു ഈ സാധനം ഒഴിവാക്കാണ്, റിമൂവ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് സേവ് മെനു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇത്രയും കാര്യങ്ങളാണ് വന്നിട്ടുള്ളൂ. ഇനി അതേപോലെ നമുക്ക് ഈ ഫൂട്ടറിലുള്ള മെനുവിൽ കുറച്ച് ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടെ ക്വിക്ക് ലിങ്ക്സ് എന്നുള്ള ഈ ഒരു ഇതും ക്വിക്ക് ലിങ്ക്സ് എന്നുള്ള ഈ ഒരു മെനും അതേപോലെ തന്നെ ഓഫറിംഗ് എന്നുള്ള ഈ മെനും വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നേരത്തെ അതേപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അതായത് സെലക്ട് മെനു എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്തിട്ട് പിന്നെ ഞാൻ ഇത് സെലക്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും താഴെയുള്ള മെനു ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ എന്ത് ചെയ്യുന്നത്, റിമൂവ് ചെയ്യുന്നുണ്ട്, ആവശ്യമില്ലാത്ത പേജുകളൊക്കെ റിമൂവ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് സേവ് മെനു എന്നുള്ളത് കൊടുക്കാം. വീണ്ടും അടുത്തൊരു മെനു സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു മെനു എന്ന് പറഞ്ഞാൽ ഇതാണ്, ഓഫറിംഗ് എന്നുള്ള ഈ ഒരു മെനു ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. ഞാൻ അവിടെ നിന്നൊന്നും ചെയ്യണില്ല. ഇനി നേരെ ഞാൻ ചെയ്യാൻ പോകുന്നത് ലോഗോ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കസ്റ്റമൈസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഈ കസ്റ്റമൈസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് പേജിലാണെന്നുണ്ടെങ്കിലും പ്രോബ്ലം ഇല്ല, ജസ്റ്റ് ഒന്ന് കസ്റ്റമൈസ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. കസ്റ്റമൈസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആദ്യം ചേഞ്ച് ചെയ്യുന്നത് ലോഗോയാണ്. ലോഗോ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സൈറ്റ് ഐഡൻറ്റിറ്റി എന്ന് കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അത് തൊട്ട് താഴെ കാണാൻ പറ്റും സൈറ്റ് ടൈറ്റിൽ ആൻഡ് ലോഗോ സെറ്റിങ്സ് ഉള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ലോഗോ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എന്നോട് ഒരു ലോഗോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സെലക്ട് ക്ലിക്ക് ചെയ്യുക, ക്രോപ്പ് ഇമേജ് എന്നുള്ളത് ഞാൻ കൊടുക്കുന്നുണ്ട്. ഇനി സൈറ്റ് ടൈറ്റിൽ ഞാൻ ഇവിടെ എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. ഇനി ലോഗോയുടെ സൈസ് ഒന്ന് കൂട്ടി കൊടുക്കാം. അപ്പോൾ ഞാനൊരു 328 കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ലാസ്റ്റ് അത് എങ്ങനെ വരുന്നുണ്ട് എന്നുള്ളത്. ഇത്രയും ചെയ്യാം. അതിന് ശേഷം നമുക്ക് ബട്ടണിലുള്ള ചേഞ്ച് കൊടുക്കാം. അതായത് ഇപ്പോൾ ഈ ഒരു ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ളതിന് പകരം ഇവിടെ ബുക്ക് നോ എന്നോ അല്ലെങ്കിൽ ചെക്ക് പാക്കേജോ എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് കൊടുക്കാം. എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ വാട്സപ്പ് ലിങ്ക് കൊടുക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റസ് പേജിലേക്ക് ഡൈവേർട്ട് ചെയ്യുന്ന പോലെ ചെയ്യാം. ഇത്രയും ചെയ്തതിന് ശേഷം പബ്ലിഷ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അതേപോലെ സൈറ്റ് ഐഡൻറ്റിറ്റി കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ബാക്കിലേക്ക് തന്നെ വരാം. ഇപ്പോൾ ഈ സൈറ്റ് ഐഡൻറ്റിറ്റിയിലേക്ക് വരാം. സെലക്ട് സൈറ്റ് ഐക്കൺ എന്നുള്ളത് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ കാണാൻ പറ്റും ഒരു വേർഡ് പ്രസിൻ്റെ ഐക്കണാണ് ഇവിടെ ഉള്ളത്. അത് മാറ്റിയിട്ട് നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ നിങ്ങളുടെ ലോഗോ പ്ലേസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ലോഗോൻ്റെ ഐക്കൺ മാത്രം കാണുന്ന രീതിയിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. ക്രോപ്പ് ഇമേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. പിന്നെ കാണാൻ പറ്റും ലോഗോ ഇവിടെ കാണുന്നുണ്ട്. ഇനി പബ്ലിഷ് കൊടുക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. പിന്നെ കാണാൻ പറ്റും നമ്മുടെ വെബ്സൈറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതുപോലൊരു വെബ്സൈറ്റ് AI ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഇതുപോലുള്ള വീഡിയോകൾ ചെയ്യാനുള്ള പ്രചോദനം. കാരണം ഇതുപോലുള്ള വീഡിയോസിന് പൊതുവെ വ്യൂസ് കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഒരു പ്രൊഫഷണൽ ലുക്കിൽ തന്നെ നിങ്ങൾക്കൊരു വെബ്സൈറ്റ് വളരെ കുറഞ്ഞ ചിലവിൽ, അതായത് ജസ്റ്റ് ഒരു ഹോസ്റ്റിംഗ് സ്പേസിൻ്റെ ചാർജ് മാത്രം കൊടുത്തിട്ട് നിങ്ങൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് ചെയ്യുന്ന സമയത്ത് എഡിറ്റിങ്ങിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു തീമാണ് ഞാൻ അതിൽ ബിൽഡ് ചെയ്തെടുക്കുന്നത്. അപ്പം ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഡിറ്റിംഗ് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഏതെങ്കിലും ഏരിയകളുണ്ട്, അതായത് നിങ്ങൾക്ക് ചില ഓപ്ഷൻസ് ഒന്നും എഡിറ്റ് ചെയ്യുമ്പോൾ അതെങ്ങനെ മാറ്റണമെന്നൊന്നും ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു വീഡിയോ ജസ്റ്റ് ഒരു തവണ കണ്ടിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ വ്യക്തമായിട്ട് മാത്രമല്ല പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്കുണ്ടാവും.
അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.